ഹലോ. അപ്പോൾ നമ്മുടെ ജോഗ്രഫി SCERT കുറച്ച് ദിവസമായി നമ്മൾ ക്ലാസ്സിലെടുത്തിട്ടല്ലേ, നമുക്കത് നോക്കാം. ഇത് 7ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നോക്കാം. നാം വസിക്കുന്ന ഭൂമിയുടെ 2/3 ഭാഗവും സമുദ്രമാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. എന്നാൽ സമുദ്രങ്ങൾ പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നാണോ സ്ഥിതി ചെയ്യുന്നത്? വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായവ പല ഭൂരൂപങ്ങളും നമ്മുടെ ഭൂഖണ്ഡങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളും. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്? വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ. ഈ കാണുന്നതൊക്കെ ഭൂഖണ്ഡങ്ങളും അതിന് ചുറ്റ് കണക്ട് ചെയ്തിരിക്കുന്നതാണ് സമുദ്രങ്ങൾ. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ്? പസഫിക് മഹാസമുദ്രം, ആർട്ടിക് മഹാസമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ഇത് തുടങ്ങിയവ. പിന്നെ ഭൂഖണ്ഡങ്ങൾ നമുക്ക് അന്റാർട്ടിക്കയും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ സമുദ്രങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്, പക്ഷേ കരഭാഗങ്ങൾ തമ്മിൽ കണക്റ്റഡ് അല്ല. അപ്പോൾ അങ്ങനെ കണക്റ്റഡ് അല്ലാത്ത കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇതിനെ ഭൂഖണ്ഡങ്ങളെന്ന് വിളിക്കും. ഇനി നമുക്ക് ഉപഭൂഖണ്ഡം എന്താണെന്ന് നോക്കാം. ഭൂഖണ്ഡത്തിലേതുള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന പ്രകൃതി വിഭവങ്ങളും പിന്നെ കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ നമുക്ക് ഉപഭൂഖണ്ഡങ്ങളെന്ന് പറയാം. വിശാലമായിട്ടുള്ള ഭൂഖണ്ഡ ഭാഗങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചേർന്ന് ഒത്തിണങ്ങിയ ഒരു വിശാലമായ ഭൂഖണ്ഡ പോലെ തന്നെ അതേപോലെ ഇരിക്കുന്ന ആ ഒരു സംഭവത്തിന് നമുക്ക് ഉപഭൂഖണ്ഡം എന്ന് പറയാം. അതായത് ഭൂഖണ്ഡങ്ങളെ പോലെ തന്നെ വൈവിധ്യമായിട്ടുള്ള ഭൂപ്രകൃതി വിഭാഗം, കാലാവസ്ഥയും അതിലുണ്ടാകും. അപ്പം അങ്ങനെയുള്ള വിഭാഗങ്ങൾ നമുക്ക് ഉപഭൂഖണ്ഡം അഥവാ സബ് കോണ്ടിനെൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിലെ പാമിർ പീഠഭൂമിയാണ് നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഈ പാമിർ പീഠഭൂമിനെ പറ്റിയിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പാമിർ പീഠഭൂമി ടിയാൻഷാൻ, കാരക്കോറം, കുൻലുൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ്. അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ പീഠഭൂമിയാണ്. ടിയാൻഷാൻ, കാരക്കോരം, പിന്നെ കുൻലുൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനമാണ് പാമിർ പീഠഭൂമി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിർത്തുന്നു. കാരണം എന്താ? നമ്മൾ ഭൂഖണ്ഡങ്ങളിൽ പറഞ്ഞു, പർവ്വതങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്, പീഠഭൂമിയുണ്ട്, തീരസമതലങ്ങളുണ്ട്, ദ്വീപുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒത്തുചേർന്നിട്ട്, അതായത് ഭൂഖണ്ഡങ്ങളുടെ എല്ലാ വൈവിധ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചെറിയ ഭൂഖണ്ഡ ഭാഗങ്ങളാണ് ഉപഭൂഖണ്ഡം എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അതിർത്തി നമുക്ക് നോക്കാം. വടക്കേ അതിർത്തി ഹിമാലയ പർവ്വതം, കിഴക്കേ അതിർത്തി അരക്കൻ പർവ്വതനിര, പടിഞ്ഞാറൻ അതിർത്തി ഹിന്ദുക്കുഷ് പർവ്വതനിരയുമാണ്. പിന്നെ തെക്കേ അതിർത്തി മാത്രമാണ് സമുദ്രം ഉള്ളത്, അത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ എന്തൊക്കെയാ? വടക്ക് ഹിമാലയം, തെക്ക് അരക്കൻ, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്, പിന്നെ തെക്ക് ഭാഗത്ത് ഏതാ? ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇനി ഈ അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് കുറച്ച് പർവ്വതനിരകളുണ്ട്. അതേതൊക്കെയാണ്? പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, പിന്നെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്ന ഹിമാലയൻ പർവ്വതനിര. ഇതാണ് മെയിനായിട്ട് വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ. ഈ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണ് ഉള്ളത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ തെക്ക് ഭാഗത്ത് വിശാലമായിട്ടുള്ള സമതല പ്രദേശമുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികൾ വഹിച്ചു കൊണ്ടുവന്ന എക്കൽ നിക്ഷേപങ്ങളാണ് അതിവിശാലമായി ഈ സമതലം രൂപപ്പെട്ടിട്ടുള്ളത്. ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്നു. കണ്ടോ? നമ്മുടെ ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ, കുൻലുൺ,
പാമീർ പീഠഭൂമി, കാരക്കോറം. കാരക്കോറമൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ സുലൈമാൻ റേഞ്ച്, അരക്കൻ പർവ്വതം, കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തത് നോക്കാം. ഉത്തരേന്ത്യ സമതലങ്ങളുടെ സവിശേഷതകൾ. ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ്, നദികളാൽ ജലസമൃദ്ധം, നിരപ്പാർന്ന ഭൂപ്രദേശം, ജനനിബിഡം. അപ്പം എന്താണ്, ഉത്തര മഹാസമതലക്ക് തെക്കു ഭാഗത്ത് കാണപ്പെടുന്നതാണ് പീഠഭൂമി. അത് പറയണേക്കുമ്പോൾ നമുക്കൊന്നും കൂടി ആ ഉത്തരേന്ത്യ സമതലയുടെ സവിശേഷതകൾ ഒന്നും കൂടി പറയാം. ഫലഭൂയിഷ്ഠിതമായിട്ടുള്ള മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രദേശം, പിന്നെ നദികൾ, നല്ല ജലം ഉള്ള നദികളാണ്, സമൃദ്ധമായിട്ട് ജലമുള്ള നദികളാണ്, പിന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇനി ഉത്തര മഹാസമതലത്തിന് തെക്ക് ഭാഗത്താണ് പീഠഭൂമി നമ്മൾ പറഞ്ഞത്. ഇനി ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരമുണ്ട്. ഇത് ഏകദേശം ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ത്രികോണാകൃതിയിൽ ആണ് ഇതിൻ്റെ രൂപം. എന്തിൻ്റെ? ഉപദ്വീപീയ പീഠഭൂമിയുടെ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ട്, ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പീഠഭൂമിയുണ്ട്. അതാണ് ഥാർ മരുഭൂമി. അപ്പോൾ ഈ ഥാർ മരുഭൂമിയുടെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. വളരെ വിരളമായി മാത്രം മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് കള്ളിമുൾ ചെടികളും കുറ്റിച്ചെടികളുമാണ് സ്വാഭാവികമായിട്ട് കാണപ്പെടുന്ന സസ്യജാലങ്ങൾ. ഇനി ഇതിൽ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ദൈർഘ്യമേറിയ തീരപ്രദേശമാണുള്ളത്. കണ്ടോ, ഈ ഉപഭൂഖണ്ഡത്തിന് ചുറ്റും തീരപ്രദേശമുണ്ട്. അതിൽ തന്നെ മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറു ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പീഠഭൂമിയുണ്ട്, സമതലമുണ്ട്, പർവ്വതങ്ങളുണ്ട്, തീരപ്രദേശമുണ്ട്, പിന്നെന്താ, മരുഭൂമിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾക്കൊണ്ടുള്ള ഒരു ഭൂഖണ്ഡ ഭാഗമാണ് ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തനതായ കാലാവസ്ഥ സവിശേഷതകൾ. കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചിത്രങ്ങൾ കണ്ട, രാജസ്ഥാൻ പോലുള്ള ഭാഗങ്ങളിൽ വെള്ളം വളരെ കുറവാണ്, അവർ കുടിക്കാൻ വെള്ളം കൊണ്ട് പോകും. പിന്നെ ഇപ്പുറത്ത് തീരപ്രദേശത്ത് ഉപ്പ് വെള്ളമാണ്. അപ്പോൾ ഈ ചൂട് കൂടിയ ഭാഗത്തൊരു കാലാവസ്ഥയും പിന്നെ അതുപോലെ വെള്ളം കിട്ടുന്ന ഭാഗത്തുള്ള കാലാവസ്ഥയൊക്കെ വ്യത്യാസമായിരിക്കും. എന്നാൽ പോലും നമ്മുടെ കാലാവസ്ഥയിൽ പ്രാദേശിക വൈവിധ്യങ്ങൾ ഉള്ളപ്പോൾ പോലും നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ പൊതുവെ മൺസൂൺ കാലാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. ഋതുക്കൾ എന്ന് അർത്ഥം വരുന്ന മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ കാലാവസ്ഥയെ മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നു. ഈ കാറ്റ് ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയാണ്. അപ്പോൾ ഈ മൺസൂൺ കാറ്റ് ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് ദിശ മാറും. മൗസീം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായതെന്നും കൂടി ഓർക്കുക. ഇനി സൂര്യൻ്റെ അയനം മൂലം ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അവിടേക്ക് സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുകയും ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലും മഴ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു സ്റ്റേജാണ് നമ്മുടെ സൂര്യൻ്റെ അയനം. അതായത് സൂര്യൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ യാത്ര ചെയ്ത് ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ ആ കരഭാഗത്ത് വായു ഭയങ്കര ചൂട് പിടിച്ചിട്ട് മുകളിലേക്ക് ഉയരും. ആ സ്ഥാനത്തേക്ക് കടലിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശി ഉപഭൂഖണ്ഡത്തിൽ പല ഭാഗങ്ങളിലും മഴ ലഭിക്കും. അപ്പം മെയ് ജൂൺ മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഈ മെയ് ജൂൺ മാസങ്ങളിലാണ് തെക്ക് പടിഞ്ഞാറ് നിന്നാണ് വീശുന്നത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നു. ഇനി ദക്ഷിണായന സമയത്താണെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാവും. അപ്പം നേരെ തിരിച്ച് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചിട്ട് ഉയരും. അപ്പം സമുദ്രത്തിലാണ് ചൂട് പിടിക്കുക. അവിടേക്ക് ഉത്തരദിക്കിൽ നിന്നും, അതായത് വടക്ക് ഭാഗത്തു നിന്നുള്ള കാറ്റ് വീശി
സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വടക്ക് കിഴക്ക് നിന്ന് തെക്ക് പടിഞ്ഞാറോട്ട് വീശുന്ന ഈ കാറ്റുകൾ പൊതുവെ വരണ്ടാണ് ഇരിക്കുക. അപ്പോൾ മഴയുടെ അളവ് പൊതുവെ കുറവായിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്യുന്നതോടുകൂടി ഈ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായിട്ട് മഴയ്ക്ക് കാരണമാകുന്നു. നമ്മൾ ഉത്തരായന കാലഘട്ടത്തിൽ ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കുമ്പോൾ ഇത്തിരി ഈർപ്പമുള്ള ഇതായതുകൊണ്ട് മഴയുടെ അളവ് കൂടുതലായിരിക്കും. കൂടാതെ തെക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും കാറ്റ് വീശുക. അങ്ങനെ ആ ഭാഗത്തായിരിക്കും കൂടുതലും മഴ ലഭിക്കുക. ഇവിടെ നോക്കുവാണെങ്കിൽ തെക്ക് പടിഞ്ഞാറോട്ട് വടക്ക് കിഴക്ക് നിന്നാണ് വീശുക. ഇത് ഇത്തിരി ഡ്രൈ ആയിരിക്കും. എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള നീരാവി ആഗിരണം ചെയ്യുന്നതിനാൽ ആ ഭാഗത്തുള്ള അതായത് കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായിട്ട് മഴയ്ക്ക് കാരണമാകുന്നു. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് എല്ലായിടത്തും ഒരേ അളവിലല്ല മഴ ലഭിക്കുന്നത്. അത് ഈ നീരാവിയുടെ അളവ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് അളവ് വ്യത്യാസമായിട്ടിരിക്കും. പിന്നെ വേറെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നമുക്ക് നോക്കാം. അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിൻ്റെ സാമീപ്യം, കാറ്റ്. സമുദ്രത്തിൻ്റെ സാമീപ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ വെള്ളം കിട്ടാൻ ചാൻസ്, അതാണ് സമുദ്ര സാമീപ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്ഷാംശ സ്ഥാനം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഭൂപ്രകൃതി, കാറ്റ്. കാറ്റ് അറ്റം വരെ വീശി എത്തണമെന്നൊന്നുമില്ല. അതിൻ്റെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കും മഴ പെയ്ത് ലഭിക്കില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാന അക്ഷാംശ രേഖയായിട്ടുള്ള ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്കു ഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരായന രേഖയുടെ അപ്പുറത്തിപ്പുറത്ത് രണ്ട് കാലാവസ്ഥയാണ്. ഉത്തരായന രേഖയുടെ വടക്കു ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയും തെക്ക് ഭാഗത്ത് ഉഷ്ണകാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും പിന്നെ ഉഷ്ണകാലത്ത് അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. ഉഷ്ണമേഖലയിൽ ശൈത്യകാലം ആയാലും ഉഷ്ണകാലം ആയാലും താപനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. എന്നാൽ മിതോഷ്ണ മേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും താപനില ഭയങ്കര അന്തരമായിരിക്കും. അതായത് പൊതുവെ നമ്മുടെ മിതോഷ്ണ മേഖലകളിൽ ശൈത്യകാലത്ത് മഞ്ഞ് വീഴ്ച, അതുപോലെ നല്ല ഹെവി സ്നോ, പിന്നെ ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. അതുപോലെ ഉഷ്ണകാലത്ത് നല്ല ചൂടുമായിരിക്കും. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇനി മൂന്നാർ, ഊട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? കാലാവസ്ഥയിൽ സ്വാധീനിക്കുന്ന വേറൊരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഭൂപ്രകൃതിയാണെന്ന്. അപ്പം പർവ്വതങ്ങളിലൊക്കെ മേലേക്ക് നിൽക്കുമ്പോൾ ഇത്തിരി കൂടി തണുത്ത കാലാവസ്ഥയായിരിക്കും. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റിൻ്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നു. അപ്പം അങ്ങനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നതുകൊണ്ട് ആ ഭാഗത്തേക്ക് നന്നായിട്ട് മഴ ലഭിക്കും, പർവ്വതം ഉള്ളത്. അപ്പം ഇങ്ങനെ ചില ഭാഗങ്ങളിൽ നമ്മുടെ പർവ്വതങ്ങളുടെ ഇത് നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പോൾ ഒരു സൈഡ് പിടിച്ചു നിർത്തി മഴ പെയ്യ്ക്കും, അപ്പുറത്തെ സൈഡിൽ മഴ കിട്ടാതെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളെ നമ്മൾ മഴനിഴൽ പ്രദേശം എന്ന് പറയും. അപ്പോൾ കൂടുതൽ നമ്മുടെ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടുള്ള കിഴക്കൻ ചരിവായിട്ടുള്ള തമിഴ്നാട്ടിലൊക്കെ മഴ വളരെ കുറവായിരിക്കും. അതെന്തുകൊണ്ടാണ്? ഇതാണ് ആ പിക്ചർ. കാറ്റിന് അഭിമുഖമായിട്ടുള്ള പ്രദേശത്ത് പർവ്വതം തടഞ്ഞു നിർത്തും. അപ്പോൾ ആ കാറ്റിനെ തടഞ്ഞു നിർത്തി, ആ ഈർപ്പം തടഞ്ഞു നിർത്തി തണുത്ത് മേഘമായിട്ട് മാറിയിട്ട് ആ ഭാഗത്ത് മഴ പെയ്യ്ക്കും, അപ്പുറത്തെ ഭാഗത്ത് കിട്ടില്ല. എന്നാൽ പർവ്വതനിരകൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായിട്ടുള്ള കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോവുകയും ചെയ്യും. അതായത് ഇങ്ങനെ തടസ്സമൊന്നും ഇല്ലാത്തടത്താണെങ്കിൽ നേരെ അങ്ങ് പോകും. ഇപ്പോൾ രാജസ്ഥാനിലെ അരവല്ലി മരനിലകൾ ഉൾപ്പെടുന്ന പ്രദേശം മരുഭൂമിയായി മാറിയതിന് പിന്നിലുള്ള കാരണം ഇതാണ്. ഇനി സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ താരതമ്യേന വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ആർദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലത്തിൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ ജലത്തിൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും സമുദ്രത്തിനോട് അകന്ന പ്രദേശങ്ങളിൽ. ഇനി കാറ്റിൻ്റെ ദിശയും അതിൻ്റെ ജലാംശത്തിൻ്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഇതനുസരിച്ചിട്ട് അവിടുത്തെ ജനജീവിതങ്ങളിലും ഭക്ഷണ രീതിയിലും വസ്ത്രധാരണത്തിലും പിന്നെ കൃഷി ചെയ്യുന്ന വിളകളിലും എല്ലാം വ്യത്യാസമുണ്ട്.
ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്ക് അനുസൃതമായിട്ടാണ് അതാതിടങ്ങളിലെ ജനങ്ങളുടെ കൃഷി, ആഹാരം, പാർപ്പിടം, വസ്ത്രധാരണം, ആചാരം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഭൂരിപക്ഷം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ മഴയുടെ വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനജീവിതത്തെ ഗണ്യമായി സ്വാധീനിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വ്യാപകമായി കൃഷി നടക്കുമ്പോൾ ജലദൗർലഭ്യത്താൽ പല ഭാഗങ്ങളും കൃഷിക്ക് അനുയോജ്യമല്ലാതാകുകയും ചെയ്യുന്നു. മഴയുടെ ഏറ്റക്കുറച്ചിലുകളിൽ അനുസരിച്ചിട്ട് കൃഷി ചെയ്യുന്ന വിളകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ നെല്ലും, മിതമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോതമ്പും ആണ് പ്രധാനപ്പെട്ട ധാന്യവിളകൾ. മഴ തീരെ ലഭിക്കാത്ത പ്രദേശങ്ങളിൽ പയറുവർഗ്ഗങ്ങളും പരുക്കൻ ധാന്യങ്ങളും കൃഷി ചെയ്യുന്നു. ഇനി വിള നെല്ല് ജലത്തിൻ്റെ ആവശ്യം ധാരാളമായിട്ടുണ്ട്. ജൂണിലാണ് വിത്ത് വിതയ്ക്കുന്നത്, വിളവെടുക്കുന്നത് സെപ്റ്റംബറിൽ. വിത്ത് വിതയ്ക്കുന്നത് ജൂണിൽ, വിളവെടുക്കുന്നത് സെപ്റ്റംബറിൽ. ഗോതമ്പ് ജലത്തിൻ്റെ ലഭ്യത മിതമായിട്ടുള്ള അളവിൽ ജലം ആവശ്യമാണ്. ഒക്ടോബറിലാണ് വിത്ത് വിതയ്ക്കുന്നത്, വിളവെടുക്കുന്നത് മാർച്ചിൽ. ഇനി തണ്ണിമത്തൻ വിരളമായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ്. ഏപ്രിൽ മാസത്തിൽ നമ്മൾ വിത്ത് വിതയ്ക്കും, ജൂൺ മാസം ആകുമ്പോഴേക്കും വിളവെടുക്കും. ഇനി ഇതിനനുസരിച്ചിട്ട് കാലാവസ്ഥ, നമ്മുടെ കാർഷിക കാലാവസ്ഥയുണ്ട്. ഓരോ കാലങ്ങൾക്കനുസരിച്ചിട്ട് കാർഷിക കാലാവസ്ഥയുണ്ട്. ഖാരിഫ്, റാബി, സൈദ്. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തൂവര എന്നീ കൃഷി ചെയ്യുന്നു. അതായത് ജൂൺ ആ ഒരു മാസം, നമ്മൾ മെയ് ജൂൺ ആ ഒരു കാലഘട്ടം പറഞ്ഞില്ലേ, അപ്പം ആ ഒരു മാസത്തിനോടനുബന്ധിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വിളകൾ, അതായത് നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജ്റ, തൂവര എന്നിവയൊക്കെ കൃഷി ചെയ്യും. പിന്നെ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ശൈത്യകാലത്തിൻ്റെ വരവോട് കൂടി ആരംഭിക്കുന്ന റാബി കാലം ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് തുടങ്ങിയവയുടെ കൃഷി കാലഘട്ടമാണ്. ഫെബ്രുവരി മാസത്തോടു കൂടി റാബി കാലം അവസാനിക്കുന്നു. അപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് തുടങ്ങുക ശൈത്യകാലം. അപ്പോൾ ആരംഭിക്കുന്ന പയറുവർഗ്ഗം, കടുക്, ഗോതമ്പ് തുടങ്ങിയ ഊഷ്മാവ് കുറവും ജലവും ഒക്കെ കുറവ് മതിയായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യും. ഇത് ഫെബ്രുവരി, ഒരു മാർച്ച് ആകുമ്പോഴേക്കും വേനൽ തുടങ്ങുമല്ലോ. അപ്പോൾ അതിന് മുമ്പ് ഫെബ്രുവരി മാസത്തോടെ റാബി കാലം അവസാനിക്കുന്നു. ഈ റാബി വിളവെടുത്ത ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ, അതായത് റാബി കഴിഞ്ഞ് ഒരു 2 മാസത്തോളം കിട്ടും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ മെയ് ലാസ്റ്റ് ജൂണൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഖാരിഫ് ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ദൈർഘ്യം കുറഞ്ഞിട്ടുള്ളൊരു വേനൽക്കാല കാർഷിക കാലമാണ് സൈദ്. അതായത് തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറികൾ, കാലിത്തീറ്റ തുടങ്ങിയ വിളകളാണ് ഈ സമയത്ത്. ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ മാത്രം കൃഷി ചെയ്യുന്നു. ഇന്ത്യയിൽ 3 കാർഷിക കാലാവസ്ഥകളുണ്ടെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങൾ പ്രകടമാണ്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ഇതേപോലെ പഴവർഗ്ഗങ്ങൾ നേരത്തെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇനി പ്രധാനപ്പെട്ട വിളകൾ അതിനെങ്ങനെ തരംതിരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഭക്ഷ്യവിളകളെ ധാന്യങ്ങളെന്നും പയറുവർഗ്ഗങ്ങളെന്നും 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. മൃദുധാന്യങ്ങളായിട്ടുള്ള നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായിട്ടുള്ള ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നു. അപ്പം മൃദുധാന്യങ്ങളായിട്ടുള്ള നെല്ല്, ഗോതമ്പ്, പരുക്കൻ ധാന്യങ്ങളായിട്ടുള്ള ബജ്റ, ചോളം, റാഗി ഇതൊക്കെയാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ഇതും കൂടാതെ നമ്മൾ പയറുവർഗ്ഗങ്ങൾ, അതായത് പയറ്, തുവര തുടങ്ങിയവയും കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ജനറലായിട്ട് പറയുന്നത് ഭക്ഷ്യവിളകൾ എന്നാണ്. ഈ നാണ്യവിളകൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നാണ്യവിളകൾ. നാണ്യവിളകളിൽ കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ്? കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. ഇനി നാരുവിളകൾ. പരുത്തിയും ചണവുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാരുവിളകൾ. നാരിൽ നിന്നുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതാണ് നാരുവിളകൾ. അപ്പോൾ തുണിത്തരങ്ങൾ, ബാഗുകൾ, ചാക്കുകൾ തുടങ്ങി നിരവധി വസ്തുക്കൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നാരുകൾ നമുക്ക് നാരുവിളകളിൽ നിന്നും ലഭിക്കുന്നു. ഇനി അടുത്തത് എണ്ണക്കുരുക്കൾ. ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാനാണ് എണ്ണക്കുരുക്കൾ കൃഷി ചെയ്യുന്നത്.
നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, സോയാബീൻ, സൂര്യകാന്തി എന്നിവ ഇതിൽ പെടുന്നു. ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ മുതലായ മറ്റ് വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ നിലക്കടല, കടുക് വർഗ്ഗങ്ങൾ, പിന്നെ സോയാബീൻ, സൂര്യകാന്തിയൊക്കെ ഉൾപ്പെടുന്നു. ഈ എല്ലാ കൃഷികൾക്കും പുറമെ നമ്മൾ തേയില, കാപ്പി, റബ്ബർ, സുഗന്ധദ്രവ്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ നമുക്ക് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൃഷി ചെയ്യാനായിട്ട് ഓരോ രീതികളുണ്ട്. പിന്നെന്താ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂഘടന, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥ, ജലലഭ്യത, ജനസാന്ദ്രത, കൃഷിയുടെ വിസ്തൃതി, വിളയുടെ മൂല്യം, ലഭ്യമായ സാങ്കേതികവിദ്യ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിവിധ കൃഷി രീതികളുണ്ട്. പ്രാകൃത ഉപജീവന കൃഷി, തീവ്ര ഉപജീവന കൃഷി, മിശ്ര കൃഷി, വിസ്തൃത വാണിജ്യധാന്യ കൃഷി, ക്ഷീരകൃഷി, തോട്ടവിള കൃഷി, പുഷ്പവല കൃഷി എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്കണോമിക്സിൻ്റെ ആ SCERT വായിച്ചപ്പോൾ നമ്മളതിൽ കണ്ടതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ആ ചാപ്റ്റർ. സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു, കുറേ ഫാക്ട്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.